വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ അടുത്ത ഒരു കുഞ്ഞൊരു സന്തോഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് ചിഞ്ചുവിൻ്റെയും അപ്പുവിൻ്റെയും 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സോ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെയാണ്. സോ ചിഞ്ചുവിനും അപ്പുവിനും അറിയാമായിരിക്കും നമ്മൾ കേക്ക് വാങ്ങുന്നുണ്ട്, മുറിക്കാം എന്നൊക്കെ. എനിവേ ചിഞ്ചു ഞാനും കൂടി പോയിട്ട് അപ്പൂനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൂനൊരു സർപ്രൈസാണ്. പിന്നെ നമ്മുടെ ഈ കേക്ക് കട്ടിങ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പം ഇപ്പോൾ നമ്മുടെ പിള്ളേർ കുളിക്കാനൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിള്ളേരുടെ കുളിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് അപ്പത്തേക്കും വരും. ആൻഡ് ദെൻ കേക്ക് വന്നതിന് ശേഷം അപ്പം വരും. പറ്റുവാണെങ്കിൽ ചായനും ചിലപ്പോൾ ഉണ്ടാവും, കൺഫേം അല്ല. എന്നിട്ട് നമ്മൾ 12 മണിക്ക് ശേഷമാണ് നമ്മുടെ കേക്ക് കട്ടിങ്. നമുക്ക് നമ്മുടെ ഹോട്ടലുള്ളത് കാരണം നമുക്ക് മോർണിംഗ് കേക്ക് കട്ടിങ് നടക്കില്ല. കാരണം രാവിലെ തന്നെ അപ്പൻ ഹോട്ടലിലേക്ക് പോകുമല്ലോ. അപ്പോൾ നമുക്ക് അപ്പൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. സോ നമ്മൾ അതുകൊണ്ടാണ് പണ്ടും നമ്മൾ ഈ 12 മണിക്ക് തന്നെയാണ് കേക്ക് കട്ടിങ്. പക്ഷെ എന്നാലും നമുക്ക് പിള്ളേരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മോർണിംഗ് വെക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് 12 മണിക്ക് തന്നെ മാക്സിമം നമുക്ക് പിള്ളേരെ ഉറക്കാണ്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുവാണ്. എന്തായാലും എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. ആരൊക്കെ ഉറങ്ങാതിരിക്കും എന്ന് വഴിയേ അറിയണം. അപ്പോൾ ഇതും വെച്ചുള്ള കളിയാണ് മുഴുവൻ. ഈ ഡ്രസ് ഇട്ടാണോ നീ കേക്ക് മുറിക്കണേ? അപ്പോഴത്തേക്കും സുജുമോനുണ്ടാവില്ല, അപ്പനുണ്ടാവില്ല. ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? അമ്മേന്റെയാ? അപ്പൊ അപ്പയുടെയോ? എന്തേ ഹാപ്പി ഈശ പോവല്ലേ. നമ്മളെ പെണ്ണല്ലോ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിനെക്കുമ്പോൾ നമ്മുടെ ഒരാളെത്താനുണ്ട്. ഇപ്പം അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോള് വന്നിട്ടുണ്ട്. സോ അപ്പം ചിഞ്ചും കൂടി പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ 2 മുതലുകൾക്കും കൂടി പോകണം. അപ്പോൾ ഇപ്പോൾ ഒരാളിനെ കൊണ്ടുവരാൻ പോകാനായിട്ട് കാറ് നിറച്ച ആൾക്കാർ പോവാണ്. അപ്പോൾ ഇച്ചായൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ വരും എന്നുള്ളത്. അപ്പോൾ ഇച്ചായൻ്റെ ഒരു എക്സ്പ്രഷനും കൂടി അവിടെയൊക്കെ ലൈറ്റ് ഉണ്ടെന്നാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ഒരു സർപ്രൈസ് വീണ്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അതെ അല്ല അത് തന്നെ ഞങ്ങളതിന് ഭയങ്കര പ്ലാൻ ചെയ്ത സംഭവമല്ല. നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞൂടെ കേക്ക് കട്ട് ചെയ്യുന്നുള്ളത്? അറിഞ്ഞൂടെ? അറിയായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമോ? അടുത്ത വർഷം അപ്പുണ്ടായിരുന്നില്ല. അപ്പൊ അപ്പു വന്നതിന് ശേഷം ലേറ്റ് ആയിട്ടായിരുന്നു നമ്മള് കേക്ക് കട്ടിങ്. കഴിഞ്ഞ വർഷം ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് പിന്നെ നമുക്ക് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ 2 വർഷമായിട്ട് കേക്ക് കട്ടിങ് ഇല്ല. അപ്പോ നമുക്കിനിയും ചായനെ കൊണ്ടുവരാൻ പോകാം. എല്ലപ്പ എവിടേക്ക് പോണേ? പോണു കുഞ്ഞെ വെച്ച് പോണേ. അപ്പേനെ കൊണ്ടുവരാൻ പോവാണോ? എന്തോ എന്തോ ഓട്ടോയിലല്ല കാറിലാണോ പോണേ? ആമ്പോ ചേച്ചമോൻ ഹാപ്പി? യെസ് ഹാപ്പി. ആമ്പോ അപ്പ. അയ്യോ നമ്മുടെ അപ്പനെ കാണാനല്ലോ. അതെ ഒന്ന് വിളിച്ചു നോക്കി. ഇല്ല കൊട വരുന്നുണ്ട്. അയ്യോ ഭയങ്കര ഇരുട്ടൊന്നും കാണില്ല. കാണില്ലാടോ ഭയങ്കര ഇരുട്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എപ്പോ വേണ്ടി ചിഞ്ചു. ഏറ്റുവാവേ ഇതോ ഇത് കുഞ്ഞു മുറിക്കരുതിട്ടാ. മാറ് പേപ്പനി മിനി വിളിച്ചിട്ട് വാസില്. കുഞ്ഞിപ്പന്നെ ആരുടെ ഹാപ്പി? കുഞ്ഞിയുടെ അല്ല, പേപ്പയുടെയും മേരി.
അതേ ആ കത്തി വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ അവള് മുറിക്കും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എന്തേ കാണിക്കണേ? സൂപ്പറാണ്. എടി തൊണ്ടരുത്, അടി. നല്ല നിമിഷങ്ങളിൽ നന്ദി പറയുക. കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ മക്കളെ അവൾ പഠിപ്പിക്കണമേ, വിസ്മയിക്കണമേ എന്നറിയാൻ സൃഷ്ടി കർത്താവ് അങ്ങേരുടെ സ്ത്രീയുടെ അംഗീകരിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ശരീരിക്കപ്പെട്ടതാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് പോയി എന്തായിരിക്കും പുതിയ ഫോൺ. ഫോൺ എനിക്ക് ബാക്ക് സൈഡ് തൊട്ടപ്പോ മനസ്സിലായി ഇതെന്റെ ഫേവറേറ്റ് സാധനം. പക്ഷെ എനിക്ക് ഓപ്പൺ ആക്കില്ല. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഓപ്പൺ ആക്കി കഴിഞ്ഞ ഇപ്പൊ ഇവിടെ പൊട്ടിക്കേണ്ടി വരും. എന്റെ ഫോൺ മാറ്റടാ. നിങ്ങളല്ലാതെ മനുഷ്യ നാളെ എടുക്കാം. നല്ല എടുക്കാം. നാളെ എടുക്കാം. ഇപ്പൊ കേക്ക് കഴിച്ചില്ലേ കുഞ്ഞ്? ഇത് നാളെ. അങ്ങനെ നമ്മുടെ എന്താണ് കേക്ക് കട്ടിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു, ഗിഫ്റ്റ് കൊടുക്കൽ കഴിഞ്ഞു. ഇനി എനിക്ക് ചാനൽ രണ്ട് വാക്കുകൾ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട്? സർപ്രൈസ്. അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയൂ. അവിടെ വെച്ചിട്ട് എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ഇരുട്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. സോ രണ്ട് വാക്കിൽ കവിയാണ്ട് ഉത്തരം പറയുക. എന്ത് പറ്റിച്ചവള്? എന്ത് പറ്റിച്ച്? ഞാൻ തന്നെ പറ്റിച്ചത്. ടാറ്റ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.